എല്ലാവർക്കും സ്പൈസ് ഡിഷസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ചിക്കൻ പപ്സിന്റെ റെസിപ്പിയാണ്. നമ്മൾ സാധാരണ പപ്സ് ഒക്കെ ബേക്കറിയിൽ നിന്നാണ് വാങ്ങാറുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും വീട്ടിൽ വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് പപ്സ് ഒക്കെ. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കുക. പിന്നെ ഞാൻ എൻ്റെ ചാനൽ ഹിന്ദി ആയിരുന്ന സമയത്ത് അതിനകത്ത് ഈസി ആയിട്ട് മുട്ട പപ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള റെസിപ്പി ഇട്ടിരുന്നു. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാനത് ഐക്കാർഡിൽ കൊടുത്തേക്കാം, നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക, എന്നാലും ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പപ്സിന് ആവശ്യമായിട്ടുള്ള പഫ് പേസ്ട്രി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സാധാരണ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവിനെ അരമണിക്കൂർ അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം നമ്മുടെ മാവ് കുഴച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ അപ്ലൈ ചെയ്താലേ നമുക്ക് ലെയർ കിട്ടുള്ളൂ. ഇനി നമുക്കിതിങ്ങനെ സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് മാവ് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ ലെയർ സെപ്പറേറ്റ് ആവുള്ളൂ. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിട്ട് ഇവിടെയും ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ മാവ് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇങ്ങനെ 2-3 പ്രാവശ്യം ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ അരമണിക്കൂർ വെച്ച് വെക്കുക. എന്നാലേ നമുക്കത് കറക്റ്റായിട്ട് സെറ്റായി കിട്ടുള്ളൂ, ലെയേഴ്സൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പം നമുക്കിത് ഒരു പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം അരമണിക്കൂറത്തേക്ക്. അങ്ങനെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം. ഇനി നമുക്ക് പപ്സിനായിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ചെറിയ ടൊമാറ്റോ അല്ലെങ്കിൽ ഒരു ഹാഫ് ടൊമാറ്റോ ആഡ് ചെയ്യുന്നേ ഉള്ളൂ ഞാനിവിടെ. ഇനി ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ടൊമാറ്റോ ഒന്ന് വെന്ത് കിട്ടിയതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ വേണ്ടത് 1 സ്പൂൺ ചിക്കൻ മസാലയാണ്. ഇത് 1-2 സ്പൂൺ ചേർക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഫില്ലിങ് ഞാൻ നേരത്തെയും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് സാധനത്തിൻ്റെ ഫില്ലിംഗ് ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ തയ്യാറാക്കാവുന്നതാണ്.
അപ്പോൾ ഞാൻ ഗരം മസാലയ്ക്ക് പകരം ഇവിടെ ചിക്കൻ മസാലയാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് മീറ്റ് മസാല വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഗരം മസാല ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ മസാല പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മസാലകളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന ഷ്രെഡ് ചെയ്ത ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പപ്സിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ് തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കിത് പപ്സ് എങ്ങനെയാണ് ആക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചതുപോലെ തന്നെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാവ് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ മാവ് ഇതുപോലെ പരത്തി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് സൈഡ്സൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ സൈഡ്സ് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നടുക്കുന്നത് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 2 പാർട്സ് ആയിട്ട്. ഇനി ഇത് നമുക്ക് മൊത്തത്തിൽ 8 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ ടോട്ടൽ 8 പീസായിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു പീസ് എടുത്ത് കാണിച്ചു തരാം. ലേയേഴ്സ് കണ്ടില്ലേ, ഇങ്ങനെ ലേയേഴ്സ് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. കണ്ടില്ലേ, ലേയേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 8 പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബോർഡിൽ ഇങ്ങനെ മാവ് ഡസ്റ്റ് ചെയ്തിട്ട് ഓരോ പോർഷൻ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതിനെ ഒന്ന് ഫ്ലാറ്റ് ആക്കി കൊടുക്കുക. ഒരുപാട് പ്രഷറിൽ ചെയ്യേണ്ട ആവശ്യമില്ല, ലേയേഴ്സ് പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഇതിനെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പൂണോ ഫോർക്കോ വെച്ച് ഇങ്ങനെ ഇവിടെ പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഞാൻ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ പപ്സ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, അപ്പം ഞാനിവിടെ 8 പപ്സും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് 4 ഒരു പാത്രത്തിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എണ്ണയൊക്കെ തടവിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് എഗ് വാഷ് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു എഗ്ഗ് ഇതുപോലെ ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പാല് വെച്ച് ചെയ്താലും മതി. ഇത് നമുക്ക് ഇതുപോലെ തന്നെ എല്ലാത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇതിങ്ങനെ തേച്ചാൽ മതി. ഇനി നമുക്ക് എഗ് വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഈ പഫ്സിനെ ഓവനിലോട്ട് വെക്കാം. എന്നിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 180 to 200 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഓവനിൽ വെച്ചിട്ട് ഒരു 35 മിനിറ്റിന് ശേഷം നമ്മുടെ പപ്സ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ലെയേഴ്സ് എല്ലാം നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെത്. അപ്പോൾ എല്ലാവർക്കും ഇത് കാണുമ്പോൾ മനസ്സിലാകും. പിന്നെ നിങ്ങൾക്ക് ഓവൻ ഇല്ലെങ്കിൽ ഇത് നമുക്ക് കുക്കറിലും ചെയ്യാവുന്നതാണ്. കുക്കറിൽ എങ്ങനെയാണ് പപ്സ് ഉണ്ടാക്കുന്നത് ഞാൻ മുട്ട പപ്സിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വെജിറ്റേറിയൻ പപ്സാണ് തയ്യാറാക്കാൻ താല്പര്യമെങ്കിൽ ഇതുപോലെ തന്നെ സെയിം പ്രോസസ്സിൽ വെജിറ്റബിൾസിൻ്റെ ഫില്ലിംഗ് അല്ലെങ്കിൽ പനീറിൻ്റെ ഫില്ലിംഗ് അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ട്
ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.